ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമയുടെ 1 മിനിറ്റ് 56 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. യാഷ് നായകനായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറൈഷി, താര സുതാര്യ, രുക്മിണി വസന്ത് എന്നിങ്ങനെ 5 നായികമാരാണുള്ളത്. മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററെത്തുന്ന ഈ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. സെക്സും വയലൻസും ഒക്കെ നിറഞ്ഞ ഗ്ലിംസ് വീഡിയോ വമ്പൻ ട്രെൻഡിംഗ് ആണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിങ്ങനെ 5 ഭാഷകളായി പുറത്തിറങ്ങിയ ടീസർ മികച്ച ട്രെൻഡിങ്ങോടെ മുന്നോട്ട് പോവുകയാണ്. ഗ്ലിംസ് വീഡിയോയിൽ നായിക പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പുറത്തിറങ്ങിയ ടീസറിൽ ഒരു നായികമാരും ഇല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും മികച്ച സാങ്കേതിക വിദ്യയും സംഘടനവും മ്യൂസിക്കും എല്ലാം ഇഴചേർന്ന ടോക്സിക് എന്ന സിനിമയുടെ ടീസർ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ ഭാഷകളിലെ വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ പ്രകമ്പനം എന്ന സിനിമയാണ് കേരളത്തിൽ അത്യാവശ്യം മികച്ച ഹോൾ നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമ. ഈ സിനിമ 21 ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 17,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 13 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 22 ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 13-20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രകമ്പനം സിനിമയ്ക്കൊപ്പം ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന താരങ്ങളായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 5,85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 22 ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5-3 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 5,88 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 9,75 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആശകൾ 1000. ഈ സിനിമ 14 ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 12,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 6,08 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 15 ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14-15 ലക്ഷം റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ 14 ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 9,75,000 രൂപയാണ്. അങ്ങനെ 14 ദിവസം കൊണ്ട് 2,62 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. 15 ദിവസമായ വെള്ളിയാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 2,70 ലക്ഷം റേഞ്ചിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 3,60 ലക്ഷം റേഞ്ചിലുമാണ്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 64 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8 ദിവസം എന്ന വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 70 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അബ്രദ് ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സ്പാ. ഈ സിനിമ 7 ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 5,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 7 ദിവസത്തെ കേരള കളക്ഷൻ 31 ലക്ഷം രൂപ മാത്രമാണ്. ഇന്ന് 4 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ വെറും 35 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് സ്വന്തമാക്കാനായിട്ടുള്ളത്. ബൈജു എഴുപിന്റെ കഥാ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, അഭിനയം നിർവഹിച്ച കൂടോത്രം എന്ന സിനിമയും ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമയ്ക്ക് 7 ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 3,50,000 രൂപ മാത്രമാണ് നേടിയെടുക്കാനായത്. നിലവിൽ 25,40,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. 8 ദിവസമായ വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 30 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺലാൽ രാമേന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സുഖമാണോ സുഖമാണ്. മാത്യു തോമസ്, ദേവിക സഞ്ജയ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 7 ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിൽ 70 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 7 ദിവസം കൊണ്ട് നേടിയെടുക്കാനായിട്ടുള്ളത്. 8 ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ കേരളത്തിൽ 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷൻ നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 30,40,000 രൂപയാണ്. തമിഴ്നാട്ടിൽ 22,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ 14 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 23,35 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 2,25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ ഈ സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 30,65 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. രാജു മുരുകൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മൈലോഡ്. എം ശശികുമാർ, ചൈത്ര ജെ ആചാർ, ആശാ ശരത്ത് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 4,80,000 രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 2,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 10,15,000 രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 2,79,00,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലോകമെമ്പാടുമായി നേടിയെടുക്കാനായിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.